നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 402 402. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 402. ചതുർത്ഥ സ്കന്ധത്തിൽ 21-ാം അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. മാ ജാതുതേജ പ്രഭവേന്മഹർദിവി സ്ഥിതിക്ഷയാ തപസാ വിദ്യയാ ച ദേദീപ്യമാനേ അജിതദേവതാനാം കുലേ സ്വയം രാജകുലാദ്വിജാനാം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അജിതനെ ദേവനായി സ്വീകരിച്ചിരിക്കുന്നവരുടെയും ബ്രാഹ്മണരുടെയും ശഹനശക്തി കൊണ്ടും, ഈ ശഹനശക്തി എന്നുള്ളത് വലിയൊരു അർത്ഥമുള്ള വാക്കാണ്. എന്തും സഹിക്കാനുള്ള ശ്രദ്ധ, എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. കാരണം എന്താ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി എനിവേർ എന്നാ. അപ്പോൾ സ്ഥായിയായിട്ടുള്ള ഈശ്വരവിശ്വാസമുള്ളവർക്ക് ഒന്നിനെ പറ്റിയിട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വ്രതാദി കൊണ്ടും മന്ത്രജപം കൊണ്ടും ഏറ്റവും ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന കുലത്തിൽ, രാജകുലത്തിൽ നിന്ന് മഹതികളായ ഋദ്ധികൾ കൊണ്ടുള്ള പ്രഭാവം ഒരു കാലത്തും പ്രഭാവത്തെ പ്രകാശിപ്പിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺവാണ്ടഡ് സ്പെഷ്യാലിറ്റീസ് അല്ലേ, അൺവാണ്ടഡ് പൊടുപ്പൊന്നും പാടില്ല, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതാണ് ഇനി ഭാവാർത്ഥം വരുമ്പോൾ അത് ക്ലിയർ ആവും. ഭഗവത് ഭക്തിയെ മേൽ പറഞ്ഞ വിധം പ്രജകളിൽ ഉറപ്പിച്ച ശേഷം ഭഗവത് ഭജനമാർഗത്തെ ഉപദേശിക്കുന്ന ബ്രാഹ്മണരിലും ഭക്തന്മാരിലും ഭക്തിയുള്ളവരായിരിക്കണം എന്ന് ഉപദേശിക്കുന്നു. ഭക്തിയുള്ളവരിൽ നമുക്ക് ബഹുമാനം ഉണ്ടാവണം, ബ്രാഹ്മണ്യമുള്ളവരിൽ നമുക്ക് ബഹുമാനം ഉണ്ടാവണം. അതില്ലെങ്കിൽ നമ്മൾ അധപ്പതിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഐശ്വര്യാദികൾ നിമിത്തം വർദ്ധിച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ പ്രഭാവം ഒരു കാലത്തും ബ്രാഹ്മണരെയും ഭഗവത് ഭക്തന്മാരെയും ഉപദ്രവിക്കുന്നതായി വരാതിരിക്കണം. അവരിൽ രാജാക്കന്മാർ ആജ്ഞയെ പ്രവേശിപ്പിക്കുന്നത് കുലനാശത്തിന് കാരണമായി വരും. അവർക്കുള്ള പ്രഭാവം സ്വതേ അവരെ രക്ഷിക്കുന്നതിനും ലോകത്തെ അനുഗ്രഹിക്കുന്നതിനും കൂടിയിട്ടായിരിക്കണം. അതായത് ഒരു കാരണം കൊണ്ടും നശീകരണ പ്രവൃത്തിയിൽ ഇടപെടാൻ പാടില്ല. അപ്പോൾ പറഞ്ഞു, അതിക്രമിക്കുന്നവരെ നശിപ്പിക്കുന്നതിനും, ഏത് ഭഗവാന്റെ, അതാണ് പറഞ്ഞത്, അനുഗ്രഹത്തിനും അതിക്രമിക്കുന്നവരെ നശിപ്പിക്കുന്നതിനും പര്യാപ്തമാകുന്നു. അവർക്ക് എങ്ങനെ പ്രഭാവം സിദ്ധിക്കുന്നു എന്ന് ശങ്കിക്കേണ്ട. പരന്മാർ ചെയ്യുന്ന പരിഭവത്തെ സഹിക്കുന്നതിനുള്ള ശക്തിയായിരിക്കുന്ന തിദിക്ഷ, ക്ഷമ ഉണ്ടാവുക, ബ്രഹ്മചര്യം, വ്രതാനുഷ്ഠാനം, ഉപവാസം മുതലായ തപസ്, മന്ത്രജപം, സ്തോത്രം മുതലായ വിദ്യ എന്നിവയാൽ മഹത്തായ പ്രഭാവം സ്വതേ അവരിൽ ഗൂഢമായിരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ ഭഗവത് ഭക്തന്മാരിലും ബ്രാഹ്മണരിലും രാജാക്കന്മാർ വിനീതന്മാരായിരിക്കണം. പ്രജകൾ വിനീതരായിരിക്കണമെന്ന് വേറെ പറയേണ്ടതില്ലല്ലോ, ഇല്ലല്ലോ. വളരെ എലാബറേറ്റ് ഡിസ്ക്രിപ്ഷനാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇനി ശ്ലോകം 37. ബ്രഹ്മണ്യദേവ പുരുഷ പുരാതനോ നിത്യം ഹരിര്യശ്ചരണാഭിവന്ദനാത് അവാപലക്ഷ്മീം മനവായിനീം യശോ ജഗൽപവിത്രം ച മഹത്തമാഗ്രണീ. എപ്പോഴും യാതൊരുത്തരുടെ
പാദവന്ദനം ഹേതുവായിട്ട് ആരുടെ ഒക്കെ പാദസേവ ചെയ്തിട്ടുണ്ടോ ആ ആശീർവാദം നമ്മളിൽ നിന്ന് പോവില്ല. ബ്രാഹ്മണ ഭക്തനും ദേവനുമായ പുരാതന പുരുഷൻ സന്താപഹരനായിട്ടും സന്താപങ്ങളെ ഹരിച്ചവനായിട്ടും മഹത്തമന്മാരിൽ മുഖ്യനായിട്ടും ഭവിച്ചു. ലോകത്തെ ശുദ്ധമാക്കുന്ന കീർത്തിയെയും വിട്ടുപിരിയാത്ത ലക്ഷ്മിയെയും പ്രാപിച്ചു എവർലാസ്റ്റിംഗ് എന്ന് പറയും, എപ്പോഴും അനുഭവിക്കത്തക്ക വിധത്തിലുള്ളതെന്ന് പറയും. പുരാതന പുരുഷനായ ഭഗവാനും നിത്യവും ബ്രാഹ്മണരെ ആരാധിക്കുന്നവനും അവരെ തൻ്റെ ഈശ്വരൻ എന്ന പോലെ കരുതി ഭജിക്കുന്നവനുമായിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഭക്തന്മാരുടെ സർവസന്താപത്തെയും തീർക്കുവാനുള്ള ശക്തി സിദ്ധിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങളെ തീർത്ത് പരിശുദ്ധമാക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന യശസ് ഭഗവാൻ ഉണ്ടായിരിക്കുന്നു. മറ്റെല്ലാവരും ഒരു കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി ദേവി വിട്ടുപിരിയാതെ ഭഗവാനിൽ വസിക്കുന്നു. അതാണ് എൻ്റെ കേമത്തരം. ഇത്രയും മാഹാത്മ്യം തനിക്കുണ്ടായിരിക്കുന്നത് ബ്രാഹ്മണ ഭക്തി നിമിത്തമാണെന്ന് സർവലോകങ്ങളെയും ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുവാൻ ശക്തനായ ഭഗവാൻ തന്നെ വിചാരിക്കുന്നത് തൻ്റെ സൃഷ്ടിവർഗം ബ്രാഹ്മണ ഭക്തരായിരിക്കണമെന്നുള്ള അനുഗ്രഹ ബുദ്ധി നിമിത്തമാണെന്ന് സാരം. അതായത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെൻ്റാണത്. ബ്രാഹ്മണ ഭക്തി, ബ്രാഹ്മണ്യം ഉള്ളവരിൽ ഭക്തി, യോനിജന്മാരല്ല പറഞ്ഞിട്ടുള്ളത്. 38 യത്സേവയാശേഷഗുഹാശയസ്വരാട് വിപ്രപ്രിയസ്തുഷ്യതി കാമമീശ്വരാം തദേവ തദ്ധർമ്മപരൈർവിനീതേ സർവാത്മനാം ബ്രഹ്മകുലം നിഷേവ്യതാം. അതിനർത്ഥം എങ്ങനെ പറയാം? പറയുന്നു, വിപ്രന്മാരാകുന്ന പ്രിയന്മാരോടുകൂടിയവനും, വേദങ്ങൾ പഠിച്ചവരെയാണ് വിപ്രൻ എന്ന് പറയാം, സ്വതേ ശോഭിക്കുന്നവനും സകലരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനുമായ ഈശ്വരൻ യാതൊരുത്തരെ സേവിക്കുന്നത് കൊണ്ട് യഥേഷ്ടം സന്തോഷിക്കുന്നു. അവൻ്റെ സന്തോഷത്തിനായി ധർമ്മം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും വിനയമുള്ളവരുമായ ഭവാന്മാരാൽ സർവഭാവത്തോടുകൂടെ ആ ബ്രാഹ്മണകുലം തന്നെ സേവിക്കപ്പെടണം. ബ്രാഹ്മണകുലത്തെ സേവിച്ചാൽ നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അന്യാപേക്ഷ കൂടാതെ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന സർവന്തര്യാമിയായ സർവേശ്വരൻ ബ്രാഹ്മണ സേവകന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും നൽകുവാൻ തക്കവിധം പ്രസാദിക്കുന്നു. ഭഗവാന് ബ്രാഹ്മണർ അത്രത്തോളം പ്രിയമുള്ളവരാകുന്നു. ഭഗവത് പ്രീതിക്കായി കർമ്മം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന വിനയികളായ ഭവാന്മാർ ഭഗവാൻ സേവിച്ചു വന്ന ആ ബ്രാഹ്മണ കുലത്തെ സർവാത്മന ഭജിക്കണം. ഇവിടെ എപ്പോഴും ഭഗവാൻ പറയുന്നൊരു കാര്യം എന്താ? എൻ്റെ ഭക്തന്മാരെ നിങ്ങൾ ഭജിച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ നോക്കാം തന്നെ പറയണത്. അപ്പം ഇനി 39ാമത്തെ ശ്ലോകം. പുമാൻ ലഭേദാനതിവേലമാത്മന പ്രസീദതോ അത്യന്തശമം സ്വതസ്വയം യം നിത്യസംബന്ധ നിഷേവയാ തഥാ പരം കിം അത്രാസ്തി മുഖം ഹവിർഭുജാം. യാതൊന്നിനെ നിത്യസംബന്ധം കൊണ്ട് സേവിക്കുന്നതിനാൽ നിത്യസംബന്ധം സദാസേവ്യ തൂണിലും തുരുമ്പിലുണ്ട്. എങ്ങനെ? നമ്മുടെ ശ്വാസനിശ്വാസത്തിൽ ഭഗവത് ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പോൾ സ്വയമേവ പ്രസാദിച്ചു. പരമാത്മാവിൽ നിന്ന് പുരുഷൻ കാലതാമസം കൂടാതെ പരമശാന്തിയെ പ്രയാസം കൂടാതെ ലഭിക്കും. ഇതിനേക്കാൾ മീതെ ശ്രേഷ്ഠമായ ദേവമുഖം എന്തിരിക്കുന്നു? ഒന്നുമില്ല തന്നെ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? പരമേശ്വരനെ തന്നെ നിങ്ങൾ ഭജിക്കുവിൻ. പരമമായ ഈശ്വരൻ എന്നിട്ട് അർത്ഥം, അല്ലാണ്ട് ശിവൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് മുമ്പ് ഉപദേശിച്ചിരിക്കെ ഇപ്പോൾ ബ്രാഹ്മണനെ തന്നെ നിങ്ങൾ ഭജിക്കുവിൻ എന്ന് ഉപദേശിക്കുന്നത് പൂർവ
പൂർവാപരാര വിരുദ്ധമല്ലയോ? ആദ്യം പറഞ്ഞതിന് എഗെയിൻസ്റ്റ് അല്ലേ എന്ന് ശങ്കിക്കേണ്ട. യജ്ഞാദികളെ കൊണ്ട് ഭഗവാനെ സേവിക്കുന്നത് പോലെ ബ്രാഹ്മണർക്ക് ഭോജന സൽക്കാരാദികൾ ചെയ്യുന്നതും ഭഗവത് സേവ തന്നെ. ബ്രാഹ്മണരെ ഊട്ടുക, അങ്ങനെയുള്ളൊരു സംസ്കാരത്തിൽ വളർന്നു വന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്കിത്ര ഊർജം എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. ബ്രാഹ്മണ ഭക്തി, വന്ധ്യവയോധകരെ മൂത്രമൊഴിക്കാൻ കൈ പിടിച്ച് കൊണ്ടുപോവുക, അവർക്ക് ശൗചിക്കാൻ വെള്ളം കൊടുക്കുക, കയ്യിലെ ചട്ടയിൽ വെള്ളം കൊടുക്കുക, ഇതൊക്കെ വലിയ സേവയാണ്. അതാ പറഞ്ഞത്. അപ്പോൾ എത്ര ആൾക്കാരാ തലയിൽ കൈവച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല. ചിലപ്പോൾ ഞാൻ ആനന്ദതുന്തിലനാവും. കാരണം എന്താ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണത് ആ ഭക്തിയാവും. ഭക്തിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്തോട്ടെ, അപ്പോൾ പറഞ്ഞു, യജ്ഞാദി കർമ്മങ്ങളെ അനുഷ്ഠിപ്പാനുള്ള പ്രയാസം കൂടാതെ തന്നെ ഭഗവത് പ്രസാദത്തെ സാധിപ്പാൻ ബ്രാഹ്മണ ഭജനം ഉത്തമ മാർഗമാണെന്ന് സമാധാനം പറഞ്ഞുകൊണ്ട് പ്രജകൾ ബ്രാഹ്മണ ഭക്തിയെ ഉറപ്പിക്കുന്നു. ബ്രഹ്മസാക്ഷാത്കാരം സിദ്ധിച്ചിരിക്കുന്ന ഉത്തമ ബ്രാഹ്മണരോട്, അവർ ഉത്തമന്മാരായിരിക്കണം, ബ്രാഹ്മണരോട് നിത്യം സംസർഗം ചെയ്യുന്നത് കൊണ്ടും ഭോജന സൽക്കാരാദികളാൽ അവരെ സേവിക്കുന്നത് കൊണ്ടും പ്രസാദിച്ചിരിക്കുന്ന ഭഗവാനിൽ നിന്ന് സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്ന പരമശാന്തി സ്വരൂപമായ മോക്ഷം പുരുഷന് പ്രയാസവും കാലവിളംബവും കൂടാതെ ലഭിക്കും. അങ്ങനെയാണ്. ഇതിനേക്കാൾ മീതെയുള്ള ഭജനമാർഗം മറ്റ് എന്തിരിക്കുന്നു? ദേവന്മാരുടെ മുഖമായ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ യജ്ഞമാകുന്നു ബ്രാഹ്മണ മുഖത്തിൽ അർപ്പിക്കുന്നത് എന്ന് സാരം. നിങ്ങൾക്ക് എത്ര ആൾക്ക് സംഗതി മനസ്സിലായെന്ന് എനിക്ക് പറയാൻ വയ്യ. അതായത് ശുദ്ധ മനസ്സോടു കൂടിയിട്ട് വേദങ്ങൾ അഭ്യസിച്ച് ശാന്തി നേടുന്ന ബ്രാഹ്മണരെ ഉപാസിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. 40-ാമത്തെ ശ്ലോകം. അസ്നാത്യനന്ദ ഖലു തത്വഗോവിതൈ ശ്രദ്ധാഹുതം യന്മുഖ യുജ്യനാമഭി നവൈ തഥാ ചേതനയാ ബഹിഷ്കൃതേ ഹുദാശനേ പാരമഹംസ്യ പര്യഗൂ. അതായത് പരമഹംസന്മാരാൽ പ്രാപ്യനും വേദങ്ങളാൽ പ്രതിപാദ്യനുമായും അപരിച്ഛിന്നനുമായിരിക്കുന്നവൻ യാതൊരുത്തരുടെ മുഖത്തിൽ പൂജന്മാരായ ദേവന്മാരുടെ നാമങ്ങളെ ഉച്ചരിച്ചിട്ട് തത്വം അറിഞ്ഞവരാൽ ശ്രദ്ധയോടുകൂടെ ഹോമിക്കപ്പെട്ടതിനെ ഏതുവിധം അനുഭവിക്കുന്നുവോ ചൈതന്യമില്ലാതെയിരിക്കുന്ന അഗ്നിയിൽ ഹോമിച്ചതിനെ അപ്രകാരം അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്ന അർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. മുകളിൽ പറഞ്ഞ സംഗതിയെ തന്നെ സദാചാരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് സ്പഷ്ടമാക്കുന്നു. അഗ്നിയേക്കാൾ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണ മുഖം എന്നുള്ള തത്വത്തെ അറിഞ്ഞിരിക്കുന്നവർ ശ്രദ്ധയോടുകൂടെ ബ്രാഹ്മണ മുഖത്തിൽ ദേവതാ നാമധേയങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഹോമിക്കുന്ന ഭക്ഷ്യഭോജനാദി രൂപമായ ഹവിസ്സിനെ ഭഗവാൻ ഏതുവിധം സ്വീകരിക്കുന്നുവോ നല്ല വിധത്തിൽ സ്വീകരിക്കുന്ന അർത്ഥം. ചേതനാരഹിതമായ അഗ്നിയിൽ ഹോമിക്കുന്ന ആജ്യാദി പദാർത്ഥങ്ങളെ ആ വിധം സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദേശകാല വസ്തുപരിച്ഛേദത്തിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്ന സർവവ്യാപിയായ ഭഗവാന്റെ പരമാർത്ഥ തത്വത്തെ പരമഹംസന്മാരായ ബ്രാഹ്മണർ അറിയുന്നത് പോലെ അഗ്നിക്ക് അറിയുവാൻ സാധിക്കുന്നില്ല. പരമഹംസന്മാർ ഭഗവത് സ്വരൂപന്മാരായി തന്നെ ഇരിക്കുന്നതിനാൽ അവരിൽ ചേരുന്ന സംസ്കാരം ഭഗവാന് നേരിട്ട് ചെയ്യുന്ന സൽക്കാരമാകുന്നു. അഗ്നിയിൽ ഹോമിക്കുന്നതിനെ ദേവതാദ്വാര സ്വീകരിക്കുന്നു. അഗ്നിയിൽ ഹോമിക്കുന്നതിനെ ദേവതാദ്വാര സ്വീകരിക്കുന്നു. അതായത് അഗ്നിയാണ് എല്ലാ ദേവന്മാർക്കും എത്തിക്കുന്നത്. ജ്ഞാനി ത്വം ആത്മൈവ മേ മതം. ജ്ഞാനിയും ഞാനും ഒന്നു തന്നെ. ജ്ഞാനിയും ഞാനും, അതായത് ഭഗവാനും ഒന്ന് തന്നെ. 431 അത് പേജ് ആവശ്യമുള്ളതാണ്. 400 എല്ലാം ആവശ്യമാണ്. 431
ജ്ഞാനി. അപ്പോൾ പറയണു, ജ്ഞാനികളെ സൽക്കരിക്കുന്നതിനെ അഗ്നിയിൽ ഹോമിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠയജ്ഞമായി കരുതി വരുന്നുവെന്ന് സാർ. ഇനി 41-ാമത്തെ ശ്ലോകം. യൽ ബ്രഹ്മനിത്യം വിരജം സനാതനം ശ്രദ്ധാതപോ മംഗളമൗന സംയമേ സമാധിനാ ബിഭ്രതിഹാർത്തദൃഷ്ടയേ യത്രേതമാദർശ ഇവാവഭാസതേ. എന്താ പറഞ്ഞതിനർത്ഥം? ശുദ്ധവും അനാദിയുമായ വേദം യാതൊന്നോ അതിനെ പരമാർത്ഥബോധത്തിനായിക്കൊണ്ട് ഏകാഗ്രതയോടുകൂടിയും ശ്രദ്ധാ തപസ് മംഗളാചരണം മൗനം സംയമം എന്നിവ കൂടെ പരിചയത്താലും യാതൊരുവരിൽ ആദർശേ മുഖം ഇവ കണ്ണാടിയിൽ മുഖമെന്ന പോലെ ഭരിക്കുന്നുവോ എന്നാണ് ചോദ്യം ഉണ്ടായത്. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. വേദം ബ്രാഹ്മണരിൽ ഇരിക്കുന്നത് കൊണ്ടും അവരെ ഭജിക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രമദാദികളായ പുരുഷദോഷങ്ങളുടെ സംബന്ധമില്ലായ്മ തന്നെ പരിശുദ്ധവും നാശരഹിതവുമായ വേദം കണ്ണാടിയിൽ മുഖം എന്ന പോലെ യാതൊരുവരിൽ ബ്രാഹ്മണരിൽ പ്രകാശിക്കുന്നു. വേദവാക്യത്തിൽ വിശ്വാസമാകുന്ന ശ്രദ്ധ, ബ്രഹ്മചര്യമാകുന്ന മനസ്സ്, വേദം നിഷേധിച്ച കർമ്മങ്ങളെ വർദ്ധിച്ചുകൊണ്ടും കൊണ്ട് വിധിച്ച കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്നതായ മംഗളാചരണം, അധ്യയനത്തിന് വിരോധമായി വരത്തക്കവണ്ണം സംസാരിക്കാതിരിക്കുന്നതായ മൗനം, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് അടക്കുന്നതായ സംയമം, ചിത്തത്തെ ഏകാഗ്രമായി നിർത്തുന്നതായ സമാധി എന്നിവയെ അഭ്യസിച്ചുകൊണ്ട് വേദപ്രതിപാദ്യനായ പുരുഷന്റെ തത്വത്തെ അറിവാനായി നിത്യം പരിശ്രമിക്കുന്നവർ യാതൊരുത്തരോ അവരിൽ കർമ്മം, ജ്ഞാനം, ഉപാസന എന്ന 3 വിധത്തിലിരിക്കുന്ന ശ്രേയസ്സാകുന്ന ധനം മറവ് കൂടാതെ പ്രകാശിക്കുന്നു എന്നാണ്. വളരെ ഓപ്പണായിട്ട്. ഇനി 42-ാമത്തെ ശ്ലോകം. തേഷാമഹം പാദസരോജരേണും ആര്യാവഹേയാധികിരീടമായു യം നിത്യതാ ബിഭ്രത ആശുപാപം നശ്യത്യമും സർവഗുണാ ഭജന്തി എന്നാണ് ശ്ലോകം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പറയുന്നത്? ആര്യന്മാരെ, ഞാൻ അവരുടെ പാദപത്മധൂളിയെ ജീവിതകാലം മുഴുവനും കിരീടത്തിൽ വഹിക്കും. യാതൊന്നിനെ എപ്പോഴും വഹിക്കുന്നവൻ്റെ ദോഷം ക്ഷണത്തിൽ നശിക്കുന്നു. ഇവനെ സകല ഗുണങ്ങളും ഭജിക്കുന്നു. നമ്മൾ ഭഗവാനെ ഭജിച്ചാൽ എല്ലാ ഗുണങ്ങളും നമ്മളെ ഭജിക്കുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം അത് മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെട്ടു. സകല ഗുണങ്ങളും ഭജിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അല്ലയോ ആര്യന്മാരെ, ആ ബ്രാഹ്മണരുടെ പാദപത്മധൂളിയെ എൻ്റെ കിരീടത്തിൽ ആയുഷ്കാലം മുഴുവനും ഞാൻ ധരിക്കും. അതിനെ ധരിക്കുന്നവൻ്റെ പാപകർമ്മം ശീഘ്രം നശിക്കും. സകല ഗുണങ്ങളും അവനെ ആശ്രയിക്കുകയും ചെയ്യും എന്ന് വളരെ പരിപാവനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. അത് കഴിഞ്ഞ് 43-ാമത്തെ ശ്ലോകം നോക്കൂ. ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംഭ്രണതേനു സമ്പദാ പ്രസീദതാം ബ്രഹ്മകുലം ഗവാംശ ജനാർദ്ദന സാനുചരശ്ച മഹ്യം. എന്താ അതിൻ്റെ വാക്കാർത്ഥം പറയാം? ഗുണങ്ങളുടെ സ്ഥാനഭൂതനും സ്വൽസ്വഭാവത്തെ ധനമാക്കിയിരിക്കുന്നവനും, സൽസ്വഭാവത്തെ ധനമായിരിക്കുന്നവനും, വൃദ്ധന്മാരുടെ ആശ്രയത്തോടു കൂടിയവനും, ഉപകാരത്തെ അറിയുന്നവനുമായിരിക്കുന്ന പുരുഷനെ സമ്പത്തുകൾ ക്രമത്തിൽ വരിക്കുന്ന എൻ്റെ നേരെ
ബ്രാഹ്മണകുലം പശുക്കളുടെ വംശവും അനുചരന്മാരോടു കൂടിയിരിക്കുന്ന ശ്രീഹരിയും പ്രസാദിക്കണം. ശ്രീഹരി പ്രസാദിച്ചാൽ എല്ലായി. അതിൻ്റെ ഭാവാർത്ഥം തന്നെ പറഞ്ഞത്, ബ്രാഹ്മണാനുഗ്രഹത്താൽ ഗുണവാനായി ഭവിച്ചവൻ്റെ ഫലം എന്തെന്ന് പറയുന്നു. ഗുണങ്ങളുടെ സ്ഥാനമായും സൽസ്വഭാവത്തെ ധനത്തെ എന്ന പോലെ സംരക്ഷിച്ചും അന്യന്മാർ ചെയ്യുന്ന ഉപകാരത്തെ ഓർമ്മ വെച്ചും സജ്ജനങ്ങൾ, ജ്ഞാനികൾ, മാതാപിതാക്കന്മാർ, വയസ്സ് അധികരിച്ചവരെ എന്നീ വൃദ്ധന്മാരെ ആശ്രയിച്ചുകൊണ്ട് ആയുഷ്കാലത്തെ കഴിക്കുന്ന പുരുഷനെ ധർമാർത്ഥകാമ മോക്ഷ രൂപങ്ങളായ 4 പുരുഷാർത്ഥങ്ങളും യഥാ അധികാരം ആശ്രയിക്കും. അതുകൊണ്ട് ബ്രാഹ്മണരും പശുക്കളും ഭഗവത് ഭക്തരും ശ്രീ ഭഗവാനും എൻ്റെ നേരെ പ്രസാദിക്കണം എന്ന് വളരെ ഗഹുരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇറക്കിയത്. മൈത്രേയ ഉവാച, ശ്ലോകം 44. ഇതി ബ്രുവാണം നൃപതിം പിതൃദേവദുജാതയ തുഷ്ടുവോർഹൃഷ്ടമനസ സാധുവാദേന സാധവ. സാധുവാദം മുഴക്കുക എപ്പോൾ? സാത്വിക ഗുണികൾ പിരിയുമ്പോൾ. പറയുന്നു, ഇപ്രകാരം പറയുന്ന രാജാവിനെ സാധുക്കളായ പിതൃദേവ ദ്വിജാതികൾ ഹർഷം നിറഞ്ഞ മനസ്സോടു കൂടിയവനായിട്ട് സമീചീന വചനം കൊണ്ട് സ്തുതിച്ചു എന്നാ പറഞ്ഞ വിഷയം. അതിൻ്റെ വാക്കാർത്ഥം ഭാവാർത്ഥം മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം പ്രജകളോട് ധർമ്മോപദേശം ചെയ്ത് രാജാവിൻ്റെ അഭിപ്രായത്തെ അനുമോദിക്കുന്നവരും സദാചാര തൽപരന്മാരും പിതൃക്കൾ, ദേവന്മാർ, ബ്രാഹ്മണർ എന്നിവരടങ്ങിയിരിക്കുന്നവരുമായ സഭ്യന്മാർ ഏറ്റവും സന്തോഷത്തോടെ സാധുവാദം ചെയ്ത് രാജാവിനെ സ്തുതിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 45 ശ്ലോകം നോക്കുക. 45 ഇതിനിപ്പോൾ 51 ശ്ലോകമുണ്ട്, സാരമില്ല. അപ്പോൾ 45 ശ്ലോകം ശ്രദ്ധിക്കുക. പുത്രേണ ജയതേ ലോകാൻ യിതി സത്യവതി ശ്രുതി ബ്രഹ്മദണ്ഡ ഹത പാപോ യത് വൈനോ അത്യതരത്തമ. യാതൊരു ഹേതുവായിട്ട് പാചകർമ്മം ചെയ്യുന്നവനും ബ്രാഹ്മണ ശാപത്താൽ ഹനിക്കപ്പെട്ടവനുമായ വേനൻ തമസിനെ, നരകത്തെ അതിക്രമിച്ചു. സൽപുത്രനെ കൊണ്ട് ലോകാൻ ജയതേ ഇതി ശ്രുതി, ലോകങ്ങളെ സ്വാധീനമാക്കുന്നു എന്ന ദേവന്മാർക്ക് സത്യവതി പരമാർത്ഥം തന്നെ എന്ന് പറഞ്ഞു. പോരാ, ഇനി അതിൻ്റെ പോളിഷ്ഡ് വെർഷൻ വായിക്കണം. സൽക്കർമ്മത്തിൽ ശ്രദ്ധയുള്ള പുത്രൻ ജനിച്ചിരുന്നതിനാൽ പിതാവിന് പുണ്യലോകം സിദ്ധിക്കും എന്ന് കാണുന്ന ദേവവചനം ഏറ്റവും പരമാർത്ഥമാണെന്ന് അനുഭവപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ പ്രാണിവധം മുതലായ പാപകർമ്മങ്ങളിൽ തൽപരനായിരുന്നതുകൊണ്ട് ബ്രാഹ്മണരുടെ ശാപത്താൽ ഹനിക്കപ്പെട്ട വേനൻ നരകത്തെ പ്രാപിക്കാതെ പുണ്യലോകത്തെ പ്രാപിച്ചിരിക്കുന്നു. അതിന് കാരണം ആ വേനമഹാരാജാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഇത്ര യോഗ്യനായ പുത്രൻ ജനിച്ചതു തന്നെ എന്ന് സാരം. ഇനി 46 ശ്ലോകമാണ്. 46 ശ്ലോകം പറഞ്ഞത്, ഹിരണ്യകശിപുശ്ച അഭിഭഗവൻ നിന്ദയാതമ വിവിക്ഷുരത്യഗാത് നൂനോം
സൂനോ പ്രഹ്ലാദസ്യാനുഭാവതാം ഹിരണ്യകശിപുശ്ച അഭി ഭഗവാൻ നിന്ദയാ തവ വിഷു രത്യകാൽ സൂനോ പ്രഹ്ലാദസ്യാനുഭാവത. എത്ര അരുമയായിട്ടുള്ള ശ്ലോകം നോക്കൂ. അതായത് വാക്കർത്ഥം പറയുകയാണെങ്കിൽ ഭഗവാനെ നിന്ദിച്ചതുകൊണ്ട് നരകത്തെ പ്രവേശിപ്പാൻ ഒരുങ്ങിയ ഹിരണ്യകശിപുവും പുത്രനായ പ്രഹ്ലാദന്റെ മാഹാത്മ്യത്താൽ തമ അത്യധാഗ് നരകത്തെ അതിക്രമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. തന്നെ എന്ന് സുപ്രസിദ്ധ അത് അവിടെ എന്തോ ലേശം പോയി. അപ്പോൾ ഇനി 40-ാമത്തെ ശ്ലോകം അല്ല, 40-ാമത്തെ അല്ല, പിന്നെ 40-ാമത്തെ ശ്ലോകം പറഞ്ഞു അതിക്രമിച്ചു എന്ന്. അപ്പോൾ ഭഗവത് ഭക്തൻ സകുലത്തെ നരകത്തിൽ നിന്ന് കടത്തുന്നവൻ തന്നെ എന്ന് സുപ്രസിദ്ധമാണല്ലോ അല്ലേ. കാട്ടിലെ അരുവികൾ പുഴകൾ മാത്രമല്ല, എവിടെയാണ് ഭഗവാൻ പ്രത്യക്ഷമാവുന്നത് അവിടെ കാര്യമുണ്ടാവും, ഗുഹൻ ഉണ്ടാവും. സർവജീവ ഗുഹാശയനായിട്ട് കൂടസ്ഥനായിട്ടാണ് മാത്രം, മനസ്സിലായില്ലേ. അപ്പോൾ അഹോവയം ഹ്യത പവിത്രകീർത്തേ ത്വയൈവ നാഥേന മുകുന്ദചാരവത് യ ഉത്തമശ്ലോകൃതന്മസ്യ വിഷ്ണോ ബ്രഹ്മണ്യദേവസ്യ കഥം വിനക്തി. അതിൻ്റെ ഭാവാർത്ഥം വാക്കാർത്ഥം ആദ്യം പറയാം. പരിശുദ്ധമായ കീർത്തിയോടുകൂടിയവനെ, അങ്ങയുടെ നാഥനായി തന്നെ ഞങ്ങൾ വിഷ്ണുവാകുന്ന നാഥനോടുകൂടിയ അഹോ ആശ്ചര്യം, യാതൊരുവൻ ഉത്തമ ശ്ലോകന്മാരിൽ അതിശ്രേഷ്ഠനും ബ്രഹ്മദേവസ്യ ബ്രാഹ്മണരെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ കഥയെ സ്പഷ്ടമാക്കുന്നു എന്നാണ് പറഞ്ഞത്. മാക്കി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. ലോകത്തെ പരിശുദ്ധമാക്കുവാൻ മതിയായ കീർത്തിയോടുകൂടിയ ഹേ നാഥ, 5 ഖണ്ഡങ്ങളുള്ള സ്ഥാനങ്ങളിൽ ഭവിച്ചത് നിമിത്തം മുക്തിപ്രദനായ ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് നാഥനായി വന്നിരിക്കണം എന്ന് സാരം. അപ്പോൾ പറഞ്ഞു, കീർത്തന മാത്രത്താൽ ലോകത്തെ സംസാരതാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന, അതാണ് ഇൻട്രിഗേറ്റ് പോയിന്റ്, ബ്രഹ്മവാദി ദേവന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായിരിക്കുന്ന എന്താ പറയുക, ചതുർത്ഥ സ്കന്ധം, ഭഗവാനിലെ ചതുർത്ഥ സ്കന്ധം നടക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാ പറയാ? ഹേ പ്രഭു, അങ്ങയുടെ സാമർഥ്യം അതിശയം തന്നെയെന്നാണ് പറഞ്ഞത്. എങ്ങനെ? അതിനെക്കുറിച്ച് സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അങ്ങയുടെ ഉപദേശ നിമിത്തം ഞങ്ങളുടെ അന്ധകാരം നശിച്ചു. പ്രാരബ്ധ കർമ്മ ഫലങ്ങൾക്ക് അധീനന്മാരായിട്ട് അന്ധകാരം നശിച്ചു. പിന്നെ പറയണു, അന്ധകാരം നശിച്ചു. അവിടെ ഒരു ബ്ലാങ്ക് വരുന്നുണ്ട്, സാരില്ല. ഹേ പ്രഭു, അങ്ങയുടെ സാമർഥ്യം അതിശയം തന്നെ, അതിനെക്കുറിച്ച് സ്തുതിപ്പാൻ ഞങ്ങൾ ശക്തനാകുന്നില്ല. അവയുടെ ഉപദേശം നിമിത്തം ഞങ്ങളുടെ അന്ധകാരം നശിച്ചു. പ്രാരബ്ധ കർമ്മ ചലങ്ങൾക്ക് അധീനമായിട്ട് വേദമാനുഷിക ആദിയോനികളിൽ ജനിച്ചും പിന്നെ മരിച്ചും
കൊണ്ട് സംസാരത്തിൽ കിടന്നുഴലുന്ന ബന്ധുക്കളുടെ വിവേകത്തെ എന്തില്ല, വിഭവങ്ങളിലാണ് കഴിയണം. അതാണ് ഞങ്ങളുടെ വിവേകമാകുന്ന കണ്ണിന് വെളിച്ചം നൽകുന്ന അങ്ങയുടെ കാരുണ്യത്താൽ സംസാര സമുദ്രത്തിൽ നിന്ന് കയറുക. മറുകരയുടെ സമീപത്തിൽ ഇപ്പോൾ ഇവിടെ എന്താ, അതെ, സമീപത്തിൽ ഇപ്പോൾ ഞങ്ങൾ നടത്തിയിരുന്ന സ്വധർമാനുഷ്ഠാനം സമീപത്തിൽ ബ്രാഹ്മണസേവ എന്നീ മാർഗങ്ങളിൽ കൂടെ സഞ്ചരിച്ചാൽ സംസാരം കടക്കാമെന്ന് ഉപദേശിച്ചത് ഞങ്ങൾക്ക് ആശ്രയം സിദ്ധിച്ചു. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 51. നമോ വിവൃദ്ധാ സത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രവിദസ്യ ബിഭർത്തീനം പ്രതേ സ്വതേജസാം. അതിൻ്റെ വാക്കാർത്ഥം ആദ്യം പറയാം. ബ്രഹ്മണക്ഷത്രിയ വംശത്തെ പ്രവേശിച്ചിട്ട് സ്വതേജസ് കൊണ്ട് ഇവ ലോകത്തെ ഭരിക്കുന്നു. വൃദ്ധസത്വമായ വിധിച്ചിരിക്കുന്ന സത്വഗുണങ്ങളോടുകൂടിയ മഹാനായ പുരുഷന് നമസ്കാരം എന്നാണ് വാക്കാർത്ഥം വന്നത്. ഇനി അതിൽ അൺപോളിഷ്ഡ് ഭാവാർത്ഥം എന്താ പറയണു? യാതൊരുവൻ ബ്രഹ്മണക്ഷത്രിയ വംശത്തെ പ്രവേശിച്ചിട്ട് സ്വതേജസ് കൊണ്ട് ഈ ലോകത്തെ ഭരിക്കുന്നു. വിവൃദ്ധസത്വായ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സത്വഗുണങ്ങളോടുകൂടിയ മഹാനായ പുരുഷനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പോൾ അതിൻ്റെ ആഴം പറപ്പ് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മതി. രാജാവിൻ്റെ ഉപദേശത്തിൽ നിന്ന് ലഭിച്ച സ്റ്റാൻഡ് സ്റ്റില്ലായിപ്പോയി. അത് നമ്മൾ അവസാനിപ്പിക്കാം, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ഈ കാണപ്പെടുന്ന ലോകത്തെ നിലയ്ക്ക് നിർത്തുന്നുവോ സത്വഗുണത്തിൽ അഭിവൃദ്ധിയോടുകൂടിയ അത്യന്തം മഹാനായ ആ പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം. ഇതുകൊണ്ട് അവസാനിപ്പിച്ചത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ പൃഥുചരിതേ സ്വധർമ്മ നിരൂപണം നാമ ഏകവിംശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ലോകത്തെ പരിപാലിക്കാനായി കൊണ്ടുപോകുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.